ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇന്റഗ്രൽസ് ഓഫ് സം പർട്ടിക്കുലർ ഫങ്ഷൻസ്. ഇതിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇത്. ഇതിൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഇന്റഗ്രൽസ് ഓഫ് സം പർട്ടിക്കുലർ ഫങ്ഷൻസിലെ ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ ഇതേപോലെ 3 ഫോർമുലയാണ് ആദ്യം പരിചയപ്പെട്ടത്. ഫോർമുലയുടെ പ്രത്യേകത മുമ്പ് കണ്ടിരുന്നതിന് റൂട്ട് ഉണ്ടായിരുന്നില്ല. dx/x² - a², dx/a² - x², അതുപോലെ dx/x² + a² ആയിരുന്നു ആ 3 എണ്ണം. അതിൽ നിന്ന് ഇവിടെ വന്ന വ്യത്യാസം എന്താ? ഡിനോമിനേറ്ററിൽ ഓരോ റൂട്ട് അധികമുണ്ട്. അപ്പൊ ഈ 3 ഫോർമുല ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ സെക്ഷനിൽ നമ്മൾ ചെയ്യുക. ഫോർമുലയുടെ പ്രൂഫും ഉണ്ട്. അപ്പൊ അതില് ആദ്യത്തത് ഈ ഫസ്റ്റ് റിസൾട്ടിന്റെ പ്രൂഫ് എങ്ങനെയാന്നുള്ളത് കാണിക്കാം. ഈ 3ന്റെയും പ്രൂഫ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലാണ്. ഒന്നാമത് പ്രൂവ് ചെയ്യാൻ x ഇവിടെ x² - a² എന്നാണ് പാറ്റേൺ. അപ്പൊ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി അപ്ലൈ ചെയ്യണമെങ്കിൽ a² സ്ഥാനത്ത് 1 വരണം. അപ്പൊ എക്സിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ a ചേർത്തിട്ട് വേണം കൊടുക്കാൻ. The first is x², നടുക്ക് മൈനസ് ആയതുകൊണ്ട് x a sec θ ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പൊ sec² θ -1 എന്നുള്ള പാറ്റേൺ ഇവിടെ വരുത്താൻ. അതേപോലെ ഈ ലാസ്റ്റ് നോക്കുക, √(x² + a²) നടുക്ക് പ്ലസ് ആയതുകൊണ്ട് അവിടെ എക്സിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് a tan θ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? tan² θ + 1 എന്നുള്ള പാറ്റേൺ കൊണ്ടുവരാൻ. അപ്പൊ ഇത് രണ്ടും കണക്റ്റഡ് ആണ്. അതിന്റെ റിസൾട്ട് നിങ്ങൾ നോക്കുക, ഏകദേശം ഒരേ പാറ്റേണിലാണ് റിസൾട്ട് ഉള്ളത്. ഇനി ഈ നടുക്കത്തെ √(a² - x²) നിങ്ങൾ അതിന്റെ ആൻസറിൽ സൈൻ കാണുന്നുണ്ട് അല്ലെ? സോ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ x a sin θ എന്നാണ്. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് ഈ ഓരോ ഇന്റഗ്രലും ചെയ്താൽ അത് അതിന്റെ റിസൾട്ടിലേക്ക് എത്തും. ഒരു പാറ്റേൺ ഉള്ള നിലയ്ക്ക് നമുക്ക് ആദ്യത്തെ റിസൾട്ട് മാത്രം ഒന്ന് പ്രൂവ് ചെയ്യാം. ബാക്കി രണ്ടും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, so let us prove the first one. The substitution is x = a sec θ. So what is dx? dx = a constant sec θ യുടെ ഡെറിവേറ്റീവ് sec θ into tan θ dθ. Now using that നമുക്ക് ഈ ഇന്റഗ്രലിനെ ഒന്ന് മാറ്റാം. റിസൾട്ട് ഇതാണ്. Then integral dx/√(x² - a² is equal to integral of dx ന് പകരം a sec θ tan θ dθ divided by √(x² ന് പകരം a sec θ യുടെ സ്ക്വയർ, that is a² sec² θ - a². Now ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ ഇന്റഗ്രൽ ഓഫ് a sec θ tan θ dθ ഡിവൈഡഡ് ബൈ റൂട്ടിന്റെ ഉള്ളില് a² നമുക്ക് പുറത്തെടുക്കാം. ബാക്കി എന്താ കിട്ടുക? sec² θ - 1. Now റൂട്ടിന്റെ ഉള്ളില് a² ഉണ്ടെങ്കിൽ റൂട്ടിന്റെ പുറത്തേക്ക് ഇവിടെ ഒരു a കിട്ടും അല്ലെ? അപ്പൊ ഈ പുറത്തെടുത്ത എയും ഈ എയും തമ്മിൽ ക്യാൻസൽ ചെയ്യാം. സോ ദ നെക്സ്റ്റ് ഈസ് ഇന്റഗ്രൽ ഓഫ് a ക്യാൻസൽ ആയി ബാക്കിയുള്ളത് sec θ tan θ dθ ഡിവൈഡഡ് ബൈ, ഇനി നോക്കൂ, √(sec² θ - 1. √(a² a ആണ്. ആ എയും ഈ എയും കട്ട് ചെയ്ത് പോയി, അതുകൊണ്ട് അതവിടെ എഴുതുന്നില്ല. Now sec² θ - 1 is tan² θ. അതിന്റെ റൂട്ട് വന്നാൽ എന്താ കിട്ടുക? We will get tan θ. അപ്പൊ ഇവിടെ ഒരു tan θ കൂടി ക്യാൻസൽ ആയി പോയി. ബാക്കിയുള്ളത് എന്താ? ഇന്റഗ്രൽ sec θ dθ അല്ലെ? ഇന്റഗ്രൽ ഓഫ് sec θ നമ്മൾ വേറെ രീതിയിൽ തുടക്കത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ അതിന്റെ റിസൾട്ട് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ദ റിസൾട്ട് ഈസ് log മോഡുലസ് ഓഫ് sec θ പ്ലസ് tan θ പ്ലസ് c ആണ്, കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ c. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മുടെ ക്വസ്റ്റ്യൻ വേരിയബിൾ എക്സിലാണ്. ഇവിടെ നമ്മുടെ ആൻസർ കിടക്കുന്നത് ഇൻ ടേംസ് ഓഫ് തീറ്റയാണ്. അപ്പൊ തീറ്റയുടെ ടേംസിലുള്ള ഈ ടേമിനെ നമ്മൾ എക്സിന്റെ ടേംസിലേക്ക് മാറ്റണം. അപ്പോഴാണ് ആൻസറിലേക്ക് നമ്മൾ എത്തുക. അതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക? Now equal to log മോഡുലസ് ഓഫ് ആദ്യ sec θ. നിങ്ങൾ നോക്കുക, ഇതിൽ നിന്ന് what is sec θ? It is x/a. അപ്പൊ sec θ പകരം x/a എന്ന് കൊടുത്തു. പ്ലസ് അടുത്തത് tan θ. tan θ നമുക്ക് ഇതേപോലെ ഡയറക്റ്റ് എഴുതാൻ പറ്റില്ല. sec θ ഉപയോഗിച്ച് tan θ എഴുതേണ്ടി വരും. So what is the formula for tan θ? It is √(sec² θ - 1.
അപ്പൊ ഈ ടാൻ തീറ്റയ്ക്ക് പകരം സീക് തീറ്റയുടെ ഈ എക്സ്പ്രഷൻ ഇവിടെ നിന്ന് സീക് തീറ്റ ഈക്വൽ ടു എക്സ് ബൈ എ കിട്ടും. അപ്പൊ അത് അപ്ലൈ ചെയ്ത് എന്താ കിട്ടുക? റൂട്ട് ഓഫ് സീക് സ്ക്വയർ തീറ്റ ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് 1. സീക് തീറ്റ എക്സ് ബൈ എ ആണ്, അതുകൊണ്ടാണ് സീക് സ്ക്വയർ തീറ്റ ഇങ്ങനെ എഴുതിയത്. ഇതാണ് ഇവിടെ ടാൻ തീറ്റയ്ക്ക് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അപ്പൊ റൂട്ട് ഓഫ് ടാൻ തീറ്റയ്ക്ക് പകരം എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് 1 പ്ലസ് സി എന്നാക്കി. അപ്പൊ എല്ലാം ഇവിടെ എന്തായി? എക്സിന്റെ ടേംസിലേക്ക് വന്നു. ഇനി നമുക്ക് നമ്മുടെ ആൻസർ ഇതാ ഇങ്ങനെയാ തന്നിട്ടുള്ളത് അല്ലെ? ഇതിലേക്ക് എത്തിക്കണം. ഇപ്പൊ നമുക്ക് ഈ കിടക്കുന്നത് ഇങ്ങനെയാണ്, ഇതിലേക്ക് എത്തിക്കണം. അപ്പൊ ഉറപ്പാണ് ഇവിടെ എ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ലോഗിന്റെ ഉള്ളിൽ വരുന്നുണ്ട്, അതിവിടെ കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സി എന്നുള്ള കോൺസ്റ്റന്റിനെ തൽക്കാലം C1 ആക്കാം. ഫൈനൽ ആൻസറിൽ സി എന്നല്ലേ കാണിച്ചിട്ടുള്ളത്. അപ്പൊ C1ന്റെ കൂടെ ഇവിടെ വരുന്ന എയുടെ ടേമും കൂടെ ചേർത്ത് ലാസ്റ്റിൽ നമുക്ക് സി ആക്കാം. സോ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇതിനെ C1 ആക്കി. ഇനി നമുക്ക് ഇതിനെ ഒന്നും കൂടെ ശരിയാക്കാം. ലോഗ് മോഡുലസ് ഓഫ് എക്സ് ബൈ എ പ്ലസ് റൂട്ടിന്റെ ഉള്ളിൽ ഈ രണ്ട് ടേമും ചേർക്കുക. അപ്പൊ എന്താ ഉണ്ടാവുക? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ എ സ്ക്വയർ. ഈ ബൈ എ സ്ക്വയറും റൂട്ടിന്റെ ഉള്ളിലാണ്, പ്ലസ് C1 ആക്കി. ഇനി നോക്കൂ, റൂട്ടിന്റെ ഉള്ളില് ഡിനോമിനേറ്റർ എ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ റൂട്ടിന്റെ പുറത്തൊക്കെ ആക്കിക്കൂടെ ഈ എ സ്ക്വയറിനെ? അപ്പൊ റൂട്ട് ഞാൻ ന്യൂമറേറ്ററിന് മാത്രമാക്കി. ഇവിടെ എന്തായി? ബൈ എ എന്നായി. റൂട്ട് ഓഫ് എ സ്ക്വയർ ആണ് എന്ന് എഴുതിയത്. സോ ദാറ്റ് ഈ രണ്ടിന്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. എന്നാ പിന്നെ ഈ രണ്ട് ടേം ഒന്നിച്ചാക്കിക്കൂടെ? അപ്പൊ എന്താ കിട്ടുക? ലോഗ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ ഡിവൈഡഡ് ബൈ എ എന്നാക്കി. രണ്ട് ടേം ഒന്നിച്ചാക്കി പ്ലസ് C1. Now this term is of the form log of a by b. അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ലോഗ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ലോഗ് ഓഫ് ഡിനോമിനേറ്റർ. അപ്പൊ എന്താ കിട്ടുക? ലോഗ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ മൈനസ് ലോഗ് എ എന്നാക്കി. ഈ ലോഗ് എ ആണ് മൈനസ് ലോഗ് എ ആയിട്ട് വന്നത്, പ്ലസ് C1 ആക്കി. Now a is a constant, so minus log a is also a constant. അപ്പൊ ഇനി എന്ത് ചെയ്യണം? ഈ രണ്ട് കോൺസ്റ്റന്റും കൂടെ ഒന്നിച്ച് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇത് C കൊടുക്കുക. So this is equal to log modulus of x plus root of x square minus a square plus c. Where what is c? C is equal to C1 minus log a. അത് എഴുതൊന്നും വേണ്ട, അങ്ങനെയാണ് ലാസ്റ്റ് ഈ സി മാത്രമായത്. അപ്പൊ ഇങ്ങനെ ആവശ്യമുള്ള കേസിലെല്ലാം നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. ആദ്യം സി എഴുതുക, ഇനി ആ സീനെ മാറ്റിയിട്ട് വേറെ രീതിയിലാണ് ആൻസർ എന്നുണ്ടെങ്കിൽ മേലെയുള്ള സീനെ C1 ആക്കി പോയാൽ മതി. എന്നിട്ട് അവസാനം സിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, ആദ്യത്തെ ചോദ്യം, ഇന്റഗ്രൽ ഓഫ് 1 ബൈ റൂട്ട് ഓഫ് 9 മൈനസ് 25x സ്ക്വയർ dx. ഇവിടെ ന്യൂമറേറ്ററിൽ 1 ആണ്, ഡിനോമിനേറ്ററിൽ റൂട്ട് ഓഫ് ആണ്. അപ്പോൾ ഉറപ്പാണ് ഈ മൂന്ന് ഫോർമുലയിൽ ഏതെങ്കിലും ഒരു പാറ്റേൺ ആണ് നമ്മളവിടെ ഉപയോഗിക്കേണ്ടത്. ഇനി ഈ മൂന്ന് ഫോർമുലയിലും എക്സ് സ്ക്വയർ എന്നുള്ള ടേമിന്റെ കോഎഫിഷ്യന്റ് ഒന്നുകിൽ 1 അല്ലെങ്കിൽ -1 ആണ്. ഇവിടെ എക്സ് സ്ക്വയറിന്റെ കൂടെ ഒരു 25 ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ 25നെ അവിടുന്ന് മാറ്റണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇന്റഗ്രൽ ഓഫ് 1 ബൈ റൂട്ട് ഓഫ് റൂട്ടിന്റെ ഉള്ളില് 25 പുറത്തെടുത്തു. അപ്പൊ ബാക്കി എന്തൊക്കെയാ കിട്ടുക? ദ ഫസ്റ്റ് പാർട്ട് ബിക്കംസ് 9 ബൈ 25 ഇവിടെ മൈനസ് എക്സ് സ്ക്വയർ ആയി. അപ്പൊ എക്സ് സ്ക്വയർ എന്നുള്ള ടേമിനെ നമുക്ക് ഒറ്റയ്ക്ക് കിട്ടി. അതായത് ഈ പാറ്റേണിൽ വന്നു. എ സ്ക്വയറിന്റെ സ്ഥാനത്ത് എന്താണത്? 9 ബൈ 25 ആണ്. പക്ഷെ ഈ ഫോർമുല ഉപയോഗിക്കണമെങ്കിൽ റൂട്ടിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്തെടുത്ത ഈ 25നെ അവിടുന്ന് മാറ്റണം. Now you know that root 25 is 5. അത് ഡിനോമിനേറ്ററിലാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 1 by 5 can be taken outside the integral. 1 by 5. 5 കിട്ടുന്ന ഡിനോമിനേറ്ററിലാണ്. അപ്പൊ 1 by 5 into integral of dx by root of, ഇനി 9 by 25 നമുക്കതിനെ 3 by 5ന്റെ സ്ക്വയറിന് എഴുതാം. എ സ്ക്വയർ എന്നുള്ള പാറ്റേൺ കിട്ടി, മൈനസ് എക്സ് സ്ക്വയർ. സോ ഇന്റഗ്രൽ ഓഫ് 1 by root of a square minus x square dx. ഇതാണ് ഫോർമുല. ദ ആൻസർ ഈസ് സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. അപ്പൊ എങ്ങനെയാ അങ്ങനെ എഴുതുക? 1 by 5 നേരത്തെ പുറത്ത് കിട്ടിയതാണ്. സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എയുടെ വാല്യൂ ഇവിടെ എത്രയാ? 3 by 5. സോ 3 by 5 ആണ് എയുടെ സ്ഥാനത്ത്. സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. ഇനി എന്ത് ചെയ്യണം? ഈ
3 തട്ടായിട്ട് കിടക്കുന്നതിനെ നമുക്ക് p/q ഫോമിലാക്കണം. 3/5നെ തിരിച്ചിട്ട് ഇൻഡു ചെയ്താൽ മതി. സോ അവർ ആൻസർ ഈസ് 1/5 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് 5 മേലേക്ക് വരും. സോ 5x/3 പ്ലസ് 6. ദിസ് ഇസ് ദ ആൻസർ. അപ്പൊ ഇവിടെ നമ്മൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുക, എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആക്കി മാറ്റുക. അതിന് വേണ്ടിയിട്ട് 25നെ പുറത്തെടുത്തു. 25 റൂട്ടിന്റെ ഉള്ളിലാണ്, അതുകൊണ്ട് റൂട്ടിന്റെ പുറത്തേക്ക് 5 കിട്ടും. ആൻഡ് ഇറ്റ് ഈസ് ഇൻ ദ ഡിനോമിനേറ്റർ. സോ ദാറ്റ് 1/5 ഈസ് ടേക്കൺ ഔട്ട്സൈഡ്. ബാക്കിയുള്ളത് a² മൈനസ് x² എന്നുള്ള പാറ്റേണിൽ എഴുതുക. ഫോർമുല ഉപയോഗിച്ച് ആൻസർ എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ഇന്റഗ്രൽ ഓഫ് x മൈനസ് 1 ബൈ റൂട്ട് ഓഫ് x² മൈനസ് 1 dx. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യണമെങ്കിൽ ന്യൂമറേറ്ററിൽ dx മാത്രമേ വരാൻ പാടുള്ളൂ. ഇവിടെ ഇപ്പൊ അങ്ങനെയല്ല, x മൈനസ് 1 എന്നുള്ള ടേം കാണുന്നുണ്ട്. അപ്പോ ഇവിടെ ന്യൂമറേറ്ററിൽ 2 ടേമും ഡിനോമിനേറ്ററിൽ ഒരു സിംഗിൾ ടേമും ആണല്ലോ. അപ്പൊ നമുക്ക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്ത് നോക്കാം. അല്ലാതെ ഇത് ജസ്റ്റ് ഒന്ന് നോക്കാം, x² മൈനസ് 1ന് t കൊടുത്താൽ ചെയ്യാൻ പറ്റുമോ? ഇതിന് t കൊടുത്താൽ 2x dx ആണ് ഡിനോമിനേറ്റർ, അല്ല ഡെറിവേറ്റീവ് ആയിട്ട് വരിക അല്ലെ. ഇവിടെ 2x dx അല്ലല്ലോ. അപ്പൊ പിന്നെ വേറെ ചോയ്സ് ഒന്നുമില്ല, നമ്മൾ ഇതിനെ 2 ടേം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ഏത് ആദ്യത്തെ ഇന്റഗ്രല് x ബൈ റൂട്ട് ഓഫ് x² മൈനസ് 1 dx. ഇതിൽ നിന്ന് ആദ്യത്തെ പാർട്ട് എടുത്തു, അതിനെ ഒരു ഇന്റഗ്രലാക്കി എഴുതി. രണ്ടാമത്തെ ഇന്റഗ്രൽ എന്താ വരിക? ഈ നടുക്കുള്ള മൈനസ് ഇവിടെ എഴുതി. ഇന്റഗ്രൽ ഓഫ് 1 dx ബൈ റൂട്ട് ഓഫ് x² മൈനസ് 1. ഇതിനെ ഡിനോമിനേറ്റർ ഉപയോഗിച്ച് 2 ടേം ആക്കി 2 ഇന്റഗ്രലും ആക്കിയിട്ട് മാറ്റി എഴുതി. ഇനി നമുക്ക് ഇതിൽ ഓരോ ഇന്റഗ്രലും എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോ ഇത് രണ്ടും 2 രീതിയിൽ വരുന്നതുകൊണ്ട് ഞാൻ അവിടെ ഇക്വേഷൻ പടന്നു കൊടുക്കുകയാണ്. നമുക്ക് ഓരോ ഇന്റഗ്രൽ സെപ്പറേറ്റ് ചെയ്തിട്ട് അവിടെ കൊണ്ടു കൊടുത്ത് ആൻസർ എഴുതാം. സോ അതിൽ ആദ്യത്തേത് ഇന്റഗ്രൽ ഓഫ് x ബൈ റൂട്ട് ഓഫ് x² മൈനസ് 1 dx. ഇനി നിങ്ങൾ നോക്കുക, x² മൈനസ് 1 t കൊടുത്താല് 2x dx. അതിൽ x dx എന്നൊരു പാർട്ട് വരുന്നുണ്ടല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ചെയ്താൽ മതി. t ഈക്വൽ ടു x² മൈനസ് 1 കൊടുക്കുക. dt ഈക്വൽ ടു 2x dx. ഇത് വെച്ചിട്ട് നമുക്ക് ഇതിനെ മാറ്റാൻ പറ്റും. എന്താ കിട്ടുക? ഇന്റഗ്രൽ ഓഫ് x dx ന് പകരം എന്താ വരിക? dt ബൈ 2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് t. x² മൈനസ് 1 t കൊടുത്തു. Now ഇതിന്റെ ഉള്ളില് 1/2 can be taken outside. ബാക്കിയുള്ളത് ഇന്റഗ്രൽ ഓഫ് 1 by root t. We can write it as t raised to minus 1/2 dt. ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ പോരെ. So the result is half into t raised to minus 1/2 plus 1 divided by minus 1/2 plus 1 plus c1 എന്ന് കൊടുത്തു. കാരണം 2 ഇന്റഗ്രൽ ഉണ്ടെങ്കിൽ 2ന്റെ കോൺസ്റ്റന്റ് ചേർത്തിട്ട് ഒന്നിച്ചൊരു c കൊടുത്താൽ മതിയല്ലോ. പക്ഷെ ഇത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് നോക്കുന്നതുകൊണ്ട് വെറുതെ ഒരു c1 അവിടെ കൊടുത്തു. ഇനി നോക്കൂ, മൈനസ് 1/2 പ്ലസ് 1 ഈസ് 1/2. സോ ഈ 1/2 ഈ 1/2 ക്യാൻസൽ ആയി. ഇനി മൈനസ് 1/2 പ്ലസ് 1 ഈസ് 1/2. സോ ദിസ് ടേം ഈസ് t raised to 1/2 പ്ലസ് c1. Now t raised to 1/2 നമുക്ക് റൂട്ട് t എന്ന് എഴുതാം. അപ്പൊ റൂട്ട് t പ്ലസ് c1 ആയി. നിർബന്ധമല്ല, റേസ് ടു 1/2 എന്നുള്ള ഫോമിൽ ആൻസർ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. Now substitute for t. What is t? x² minus 1. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? റൂട്ട് ഓഫ് x² minus 1 പ്ലസ് c1 എന്ന് കിട്ടി. ഇതാണ് ഇതിലത്തെ ഒന്നാമത്തെ ഇന്റഗ്രലിന്റെ റിസൾട്ട് കിട്ടിയത്. ഇനി അത് അവിടെ നിൽക്കട്ടെ, നമുക്ക് രണ്ടാമത്തെ നോക്കാം. ഏതാ അടുത്തത്? ഇന്റഗ്രൽ 1 ബൈ റൂട്ട് ഓഫ് x² minus 1 dx. ഇത് 1 by root of x² minus a². 1 can be written as 1 square. അപ്പൊ x² minus a² എന്നുള്ള പാറ്റേൺ ആണ്. നോക്കുക, x² minus a² ആണെങ്കിൽ അവിടെ നമുക്ക് ഫോർമുല ഉണ്ട്. സോ ഈ ഫോർമുല ഉപയോഗിച്ച് ഡയറക്റ്റ് ഇതിന്റെ ആൻസർ അങ്ങോട്ട് എഴുതിയാൽ മതി. എന്താ കിട്ടുക? ലോഗ് മോഡുലസ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് x തന്നെയാണ് പ്ലസ് റൂട്ട് ഓഫ് x² മൈനസ് 1. 1 സ്ക്വയർ എഴുതേണ്ട ആവശ്യമില്ല, 1 എഴുതിയാൽ മതി പ്ലസ് c2 എന്ന് കൊടുത്തു. c2 എന്ന് കൊടുക്കാനുള്ള കാരണം നമ്മൾ 2 സെപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇനി എന്ത് ചെയ്യണം? ഈ 2 റിസൾട്ട് ഉപയോഗിച്ച് 1ലേക്ക് വന്നാൽ പോരെ. Therefore equation 1 implies 1ന്റെ ലെഫ്റ്റ് സൈഡ് എന്താ? ഇന്റഗ്രൽ x minus 1 by root of x² minus 1 dx is equal to
ഇനി ആൻസർ എഴുതുമ്പോൾ C1 C2 സെപ്പറേറ്റ് കാണിക്കണ്ട, ഈ C1 C2 കൂടെ ഒന്നിച്ചൊരു C കൊടുത്താൽ മതി. അപ്പൊ അതല്ലാത്ത ഭാഗങ്ങൾ എടുത്തെഴുതാം. എന്തൊക്കെയാ? √(x²-1) ആദ്യത്തെ ഇന്റഗ്രലിൽ നിന്ന്. ഇനി രണ്ടാമത്തെ ഇന്റഗ്രലിൽ നിന്ന് log മോഡുലസ് ഓഫ് x പ്ലസ് √(x²-1). അപ്പൊ C1 C2 അല്ലാത്ത ഭാഗങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? ഇനി ഈ രണ്ടെണ്ണത്തിനും കൂടി C1 പ്ലസ് C2 കൂടി നമുക്ക് ഒന്നിച്ചൊരു C കൊടുത്താൽ മതി. സോ ദിസ് ഇസ് ദ ഫൈനൽ ആൻസർ. ഓക്കെ, അടുത്തത് ഇന്റഗ്രൽ ഓഫ് dx ബൈ √2x മൈനസ് x². ഇവിടെ പ്രത്യേകത എന്താ വെച്ചാൽ x² എന്നുള്ള ടേം ഉണ്ട്, പക്ഷെ ഈ പാർട്ടിലും x ഉണ്ട്. നമുക്ക് അവിടെ കോൺസ്റ്റന്റ് ഉണ്ടായിരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ മൂന്ന് ഫോർമുലയിൽ ഒരു പാറ്റേണിൽ കിട്ടിയെന്ന് വിചാരിക്കായിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് റൂട്ട് ഇല്ലാത്ത ടൈപ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു പ്രോബ്ലംസ്, ഹോൾ സ്ക്വയർ എന്നുള്ള പാറ്റേണിലേക്ക് കൊണ്ടുവന്നിട്ട് ആ രീതിയിൽ റൂട്ടിന്റെ ഉള്ളിൽ ചെയ്യണം. അത്രേ വ്യത്യാസമുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെയാ ചെയ്യാന്ന്. ഇന്റഗ്രൽ ഓഫ് dx ബൈ √, എനിക്ക് ആദ്യം തന്നെ x²ന്റെ കോഎഫിഷ്യന്റ് 1 ആക്കണം. x²ന്റെ കോഎഫിഷ്യന്റ് 1 ആണെങ്കിൽ നമുക്ക് ഏത് ആഡ് ചെയ്താലാണ് ഹോൾ സ്ക്വയർ കിട്ടുക എന്ന് നോക്കാൻ എളുപ്പമുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആദ്യം ചെയ്യുന്നത് റൂട്ടിന്റെ ഉള്ളിൽ ഈ മൈനസിനെ പുറത്തെടുക്കുക. എന്തിനാ അത് ചെയ്യുന്നത്? x²ന്റെ കോഎഫിഷ്യന്റ് 1 ആക്കാൻ വേണ്ടിയിട്ടാണ്. സോ മൈനസ് പുറത്തെടുത്തു. അപ്പൊ x²ന്റെ ചിഹ്നം പോസിറ്റീവായി. അപ്പൊ 2x -2x ആയി. ഇനി x² ഉണ്ട് -2x ഉണ്ട്. ഇതിന്റെ കൂടെ ഏത് ചേർത്താലാണ് അത് ഒന്നിച്ച് ഹോൾ സ്ക്വയർ ആവുക? ക്ലിയർ ആണ്. 2/2 ദാറ്റ് ഈസ് 1. 1ന്റെ സ്ക്വയർ 1 തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ +1 ചേർത്തു. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ ഒരു -1 ചേർത്തു. ഈ ചേർക്കുന്ന മുഴുവൻ റൂട്ടിന്റെ ഉള്ളിലാണ്. ഓക്കെ, ഇനി അതിനെ നമുക്കൊന്ന് എഴുതി നോക്കാം. ഇന്റഗ്രൽ ഓഫ് dx ബൈ മൈനസിന്റെ ഉള്ളിലാണ് ഈ പറഞ്ഞ സംഭവങ്ങൾ. ഈ മൂന്ന് ടേംസ് ഒന്നിച്ച് ചേർത്താൽ x-1 ഹോൾ സ്ക്വയർ ആയി. പിന്നെ ബാക്കിയുള്ളത് എന്താ? ഒരു -1 ആയില്ലേ? ഇനി റൂട്ടിന്റെ ഉള്ളിൽ ഇവിടെ ഈ മൈനസിന് പകരം ഒരു സംഖ്യ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് എടുക്കായിരുന്നു. പക്ഷെ മൈനസിനെ നമുക്ക് റൂട്ടിന്റെ ഉള്ളിൽ നിന്ന് റിയൽ നമ്പർ സിസ്റ്റത്തിൽ പുറത്തെടുക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഈ പുറത്തെടുത്ത മൈനസ് ഇതിന്റെ ഉള്ളിലേക്ക് തന്നെ ആക്കാം, ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് തന്നെ ആക്കാം. അപ്പൊ എന്താ കിട്ടുക? ഇന്റഗ്രൽ ഓഫ് dx ബൈ √(-1 +1). ആ ടേം ആദ്യം എഴുതുകയാണ് പോസിറ്റീവ് ആയതുകൊണ്ട്. പിന്നെ -x-1 ഹോൾ സ്ക്വയർ -x-1 ഹോൾ സ്ക്വയർ. ഇപ്പൊ നോക്കൂ, റൂട്ടിന്റെ ഉള്ളിൽ x വരുന്ന പാർട്ട് ഹോൾ സ്ക്വയർ പാറ്റേണിൽ ഒന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഫോർമുലയുടെ പാറ്റേണിലേക്ക് അതിനെ എത്തിക്കാൻ ലെറ്റ് us take t = x-1. ഈ ഭാഗത്തിന് t എന്ന് കൊടുത്തു. Then what is dt? dt is equal to dx ആണ്. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഇതിലേക്ക് കൊടുത്താൽ ഇന്റഗ്രൽ ഓഫ് dx ന് പകരം dt ബൈ √1 - t² ആയി. 1 - t² എന്നുള്ളത് ഏത് ഫോമില? a² - x² എന്നുള്ള ഫോമാണ്. ഇപ്പൊ x ന് പകരം വേരിയബിൾ t ആണ്. സോ വാട്ട് ഈസ് ദ റിസൾട്ട്? ദ റിസൾട്ട് ഈസ് sin ഇൻവേഴ്സ് x ബൈ a. അതിന് പകരം t ബൈ a യുടെ വാല്യൂ 1 ആണ്, പ്ലസ് c കൊടുത്തു. ഇനി എന്താ ബാക്കിയുള്ളത്? t ക്ക് അതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ തിരിച്ചു കൊടുക്കുക. സോ ദ ആൻസർ ഈസ് sin ഇൻവേഴ്സ് ഓഫ് t യുടെ വാല്യൂ x-1 പ്ലസ് c. ദിസ് ഇസ് ദ ആൻസർ. ഇനി നിങ്ങൾ നോക്കുക, ഈ t എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാതെ എക്സിന്റെ സ്ഥാനത്ത് x-1 എഴുതിയാലും നമുക്ക് ഇതേ ആൻസർ കിട്ടും. അങ്ങനെ ചെയ്യണമെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് എക്സിന്റെ കോഎഫിഷ്യന്റ് 1 ആയിരിക്കണം എന്ന് മാത്രം. ഓക്കെ, എക്സിന്റെ സ്ഥാനത്ത് x-1 ആവുമ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചു അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്താലേ ഫോർമുല ശരിയാവുള്ളൂ, ഇന്റഗ്രൽ ഫോർമുല ശരിയാവുള്ളൂ. ഇവിടെ ഇപ്പോൾ x-1ന്റെ ഡെറിവേറ്റീവ് എന്താ വരിക? 1 ആണ്. അതുകൊണ്ട് ബൈ 1 വരുള്ളൂ. അതുകൊണ്ട് ആ ഭാഗം അവിടെ പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ t കൊടുത്തിട്ട് ചെയ്താലും കൊടുക്കാതെ ഡയറക്റ്റ് എഴുതിയാലും ഈ സ്റ്റെപ്പിൽ നിന്ന് ഡയറക്റ്റ് ഈ സ്റ്റെപ്പ് എഴുതിയാലും കുഴപ്പമില്ല. ശ്രദ്ധിക്കേണ്ടത് ഫോർമുലയുടെ പാറ്റേൺ നോക്കുക. എക്സിന്റെ സ്ഥാനത്ത് x-1 അതിവിടെ എഴുതി. ബൈ a എന്നുള്ളത് ബൈ 1 ആണ്. a² 1 അല്ലേ? അപ്പൊ a യുടെ വാല്യൂ 1 ആണ്. അപ്പൊ ഈ ആൻസർ ഇവിടുന്ന് ഇങ്ങോട്ട് ഡയറക്റ്റ് തന്നെ നമുക്ക് എഴുതാൻ പറ്റും. t കൊടുക്കാതെ ചെയ്യാമെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അടുത്തത് ഇന്റഗ്രൽ ഓഫ് dx ബൈ √7 - 6x - x². ഏകദേശം നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, പക്ഷെ ഒരു 7 എന്നുള്ള ടേം എക്സ്ട്രാ വന്നിട്ടുണ്ട്.
നേരത്തെ എക്സ് സ്ക്വയറിന്റെ ടേമും എക്സിന്റെ ടേമും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ അവിടെ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. നോക്കാം നമുക്ക്. ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് ബൈ, ആദ്യം എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആക്കണം. സോ വി ഹാവ് ടു ടേക്ക് മൈനസ് ഔട്ട്സൈഡ്. എവിടെയാണ് ഇത് എടുക്കുന്നത്? റൂട്ടിന്റെ ഉള്ളിലാണ്. സോ റൂട്ട് ഓഫ് മൈനസ് പുറത്തെടുക്കുന്നു. മൈനസ് പുറത്തെടുത്താൽ എക്സ് സ്ക്വയർ പോസിറ്റീവ് ആയി. പിന്നെ നമുക്ക് എക്സിന്റെ ടേം ആണ് ഹോൾ സ്ക്വയർ നോക്കാൻ ആദ്യം വേണ്ടത്, അതുകൊണ്ട് ഇതിലെടുക്കാം. മൈനസ് പുറത്തെടുത്തു. അപ്പൊ ഇതിൽ ബാക്കിയുള്ളത് എന്താ? പ്ലസ് 6x. ഇനി 7 അവിടെ ഉണ്ട്, നമുക്ക് അതിനെ ലാസ്റ്റ് എഴുതാം. 7ന്റെ കേസ് നമുക്ക് ലാസ്റ്റ് എഴുതാം. മൈനസ് പുറത്തെടുക്കുമ്പോൾ എന്താ വരിക? -7 എന്നാണ് വരിക. അത് ലാസ്റ്റ് എഴുതാം. ഇനി നോക്കൂ, ഈ 6xന്റെ കൂടെ ഏത് ടേം ചേർത്താലാണ് ഇത് ഒന്നിച്ച് ഹോൾ സ്ക്വയർ ആവുക? അതിനെന്ത് ചെയ്യണം? 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3യുടെ സ്ക്വയർ ആണ് നമ്മളവിടെ ആഡ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്തു? +3 സ്ക്വയർ എക്സ്ട്രാ കൊടുത്തു. കോമ്പൻസേറ്റ് ചെയ്യാൻ -3 സ്ക്വയറും കൊടുത്തു. ഇനി ഇവിടെ ബാക്കിയുള്ളത് എന്താ? മൈനസ് പുറത്തെടുത്തു കഴിഞ്ഞാൽ ഈ ടേം എന്താവും? ദിസ് +7 becomes -7. ആ -7ഉം ഇവിടെ കൊണ്ട് എഴുതി. ഓക്കെ, അപ്പൊ മൈനസ് പുറത്തെടുത്തുള്ള ഈ 3 ടേമും ഉണ്ട്. എക്സ്ട്രാ നമ്മളൊരു +3 സ്ക്വയറും -3 സ്ക്വയറും കൊടുത്തിട്ടുണ്ട്. എന്തിനാണ്? ഈ 3 എണ്ണം ഒന്നിച്ച് ഹോൾ സ്ക്വയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണി ചെയ്തത്. റൂട്ട് ഇല്ലാതെ നമ്മൾ ഹോൾ സ്ക്വയർ ആക്കിയിരുന്നു, അതുപോലെ തന്നെയാണ് ഇവിടെ. ഓക്കെ, അപ്പൊ ഇനി എന്ത് വേണം? ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് ബൈ റൂട്ട് ഓഫ്, റൂട്ടിന്റെ ഉള്ളിൽ മൈനസ് പുറത്തുണ്ട്, ഈ 3 എണ്ണം ചേർന്നാൽ x+3 ഹോൾ സ്ക്വയർ ആയി. ഇനിയുള്ളത് -9ഉം -7ഉം രണ്ടും കൂടെ ചേർന്നാൽ -16. ഇതൊക്കെ റൂട്ടിന്റെ ഉള്ളിലാണ്. ഈ പറഞ്ഞ മൈനസ് പുറത്തെടുത്തതും ഈ ടേംസ് ഉള്ളതും അല്ല. ഇനി എന്ത് ചെയ്യണം? റൂട്ടിന്റെ ഉള്ളിലും മൈനസിനെ നമുക്ക് റൂട്ടിന്റെ പുറത്തേക്ക് ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ മൈനസിനെ തിരികെ ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് തന്നെ കടത്തണം. അപ്പൊ എന്താ കിട്ടുക? ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് ബൈ റൂട്ട് ഓഫ്, മൈനസ് ഉള്ളിലേക്ക് കയറുമ്പോൾ 16 പോസിറ്റീവ് ആവും. Now 16 can be written as 4 square. അപ്പൊ ഈ ടേം എഴുതി. പിന്നെ വരുന്ന എന്താ? മൈനസ് ഓഫ് x+3 ഹോൾ സ്ക്വയർ. ഇനി നോക്കുക, x+3ക്ക് t കൊടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ 4 സ്ക്വയർ - t സ്ക്വയർ dt ബൈ റൂട്ട് ഓഫ് 4 സ്ക്വയർ - t സ്ക്വയർ കിട്ടും. ടിയിൽ ആൻസർ എഴുതിയിട്ട് എക്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഞാൻ ഇതിന് പകരം ഇപ്പൊ ഡയറക്റ്റ് എഴുതുകയാണ്. ഏത് ഫോർമുല അത്? a² - x². എക്സിന് പകരം x-3 കൊടുക്കണം. ഇതാണ് നമ്മുടെ ഫോർമുല. സോ വാട്ട് വിൽ ബി ദ റിസൾട്ട്? സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിന് പകരം x+3 ബൈ a. എയുടെ വാല്യൂ എത്രയാ? 4. അപ്പൊ ഈ ടേം ആയി +c. ദിസ് ഇസ് ദ ആൻസർ. ഇതിന് പകരം x+3 = t, dx = dt കൊടുത്ത് ടിയുടെ ടേംസിൽ എഴുതിയിട്ട് പിന്നെ എക്സിലേക്ക് കൊണ്ടുവന്നാലും മതി. അങ്ങനെ വേണമെന്നില്ല, ഡയറക്റ്റ് ഇങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ശ്രദ്ധിക്കേണ്ടത് ഡയറക്റ്റ് എഴുതുമ്പോൾ എക്സിന്റെ കോഎഫിഷ്യന്റ് 1 ആണെന്ന് ഉറപ്പുവരുത്താം. അല്ലെങ്കിൽ ആ ആൻസർ അവിടെ കറക്റ്റ് ആവില്ല. ഓക്കെ, അടുത്തത് ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് ബൈ റൂട്ട് ഓഫ് 5x² - 2x. ഇവിടെയും റൂട്ടിന്റെ ഉള്ളിൽ 2 ടേം ആണ്, പക്ഷെ രണ്ടിലും എക്സ് ഉണ്ട്. അപ്പൊ എന്ത് വേണം? നമുക്ക് എക്സ് ഉള്ള ഭാഗം ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് മാറണം, ഹോൾ സ്ക്വയർ ഫോമിൽ വരണം. അങ്ങനെ നോക്കണമെങ്കിൽ x² കൂടെ 1 ഉണ്ടാവാൻ പാടില്ല. 5 x² അടുത്ത് പോകണം. നേരത്തെ നമ്മൾ മൈനസിനെ ഒഴിവാക്കിയ പോലെ ഇവിടെ നമുക്ക് 5നെ അവിടുന്ന് ഒഴിവാക്കണം. അപ്പൊ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് ബൈ റൂട്ട് ഓഫ്, റൂട്ടിന്റെ ഉള്ളില് 5 പുറത്തെടുക്കുക. എന്തിന്? x² കോഎഫിഷ്യന്റ് 1 ആവാൻ വേണ്ടി മാത്രം. ഓക്കെ, അപ്പൊ എന്താ കിട്ടുക? x² - 2/5x ആയി അല്ലെ? ഇനി നോക്കുക, ഈ 2/5x എന്നുള്ള ടേമിന്റെ കൂടെ ഇവിടെ ഏത് ടേം ചേർന്നാലാണ് ആ 3 എണ്ണം ഒന്നിച്ച് ഹോൾ സ്ക്വയർ ആവുക? അത് നോക്കാൻ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. 2/5 എന്ന സംഖ്യ, അതായത് എക്സിന്റെ കോഎഫിഷ്യന്റ്, അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 1/5. ഇതാണ് ബിയുടെ വാല്യൂ. ഈ 1/5ന്റെ സ്ക്വയർ ആണ് b² എന്നുള്ള ഫോമിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഞാൻ +1/5 സ്ക്വയർ ചേർത്തു. അപ്പൊ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ -1/5 സ്ക്വയറും വേണം. ഓക്കെ, +1/5 സ്ക്വയറും -1/5 സ്ക്വയറും എക്സ്ട്രാ ആഡ് ചെയ്തു. ഇത് ചെയ്ത് മുഴുവൻ റൂട്ടിന്റെ ഉള്ളിലാണ്. ഇനി നമുക്ക് ഇതിനെ
integral of dx by now root 5 denominator root 5 constant ആണ്. അപ്പോൾ ഇന്റഗ്രലിന്റെ പുറത്തേക്ക് നമുക്ക് 1/√5 കൊണ്ടുവരാം. നേരത്തെ മൈനസ് ആയതുകൊണ്ട് ഇതിനെ തിരിച്ചുള്ളിലേക്ക് എടുക്കേണ്ടി വന്നു. ഇവിടെ മൈനസ് ഒന്നുമല്ല, അതൊരു സംഖ്യയാണ്. അതുകൊണ്ട് നമുക്ക് അതിനെ ഇന്റഗ്രലിന്റെ തന്നെ പുറത്തേക്ക് എടുക്കാം. ഇനി ഇതിലത്തെ ആദ്യത്തെ 3 ടേംസ് നോക്കാം. നമുക്ക് അതിനെ എന്ത് ചെയ്യാം? റൂട്ട് ഓഫ് എക്സ് മൈനസ് 1/5 ഹോൾ സ്ക്വയർ എഴുതാം. ഈ 3 ടേം ചേർന്നു. ഇനി ബാക്കിയുള്ളത് എന്താ? മൈനസ് 1/5 സ്ക്വയർ. അപ്പൊ ഏത് ഫോമിലെത്തി? dx by root of x square minus a square. dx by root of x square minus a square. x ന്റെ സ്ഥാനത്ത് ഇത് കൊടുക്കണം. x ന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. അപ്പൊ x ന്റെ സ്ഥാനത്ത് x minus 1/5 കൊടുത്തിട്ട് നമുക്ക് ഡയറക്റ്റ് ആൻസർ എഴുതാം. ഇനി നമുക്ക് എഴുതി നോക്കാം എന്താ ആൻസർ എന്ന്. 1/√5 ഇൻറ്റു ഇതുമായിട്ട് താരതമ്യം ചെയ്തിട്ട് എഴുതാം. അപ്പൊ ഇത് നമുക്ക് കാണാതെ അറിയണം, എന്നാലേ ആ പാറ്റേണിൽ നമുക്ക് ആൻസർ എഴുതാനാവുള്ളൂ. ലോഗ് മോഡുലസ് ഓഫ് x പ്ലസ് എന്നാണ്. what is our x? x minus 1/5. ഇതാണ് നമുക്ക് x ന്റെ സ്ഥാനത്ത്. പ്ലസ് റൂട്ട് ഓഫ് x സ്ക്വയർ. അതെന്താ? x minus 1/5 ഹോൾ സ്ക്വയർ. x സ്ക്വയർ മൈനസ് a സ്ക്വയർ, ദാറ്റ് ഈസ് 1/5 സ്ക്വയർ. മോഡുലസ് ക്ലോസ് ചെയ്തു, പ്ലസ് c. ഇതാണ് നമ്മുടെ ആൻസർ വരിക. ഇനി നമുക്ക് നോക്കൂ, ഈ ഭാഗത്തിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെയത് സിംപ്ലിഫൈ ചെയ്യാം? ഇത് നമ്മൾ ഇതിന്റെ കൂടെ നോക്കൂ, ഈ 1/5 സ്ക്വയറും ഈ മൈനസ് 1/5 സ്ക്വയറും ചേർത്തിട്ടാണ് നമ്മൾ ഇങ്ങനെയാക്കിയത്. അപ്പൊ ഇത് രണ്ടും ഒഴിവായാൽ ഇത്രയും പാർട്ട് എഴുതിയാൽ പോരെ. സോ വി കൻ റൈറ്റ് ദ ആൻസർ ആസ് 1/√5 ലോഗ് മോഡുലസ് ഓഫ് x minus 1/5 പ്ലസ് റൂട്ട് ഓഫ് x സ്ക്വയർ മൈനസ് 2/5x. ഇതിനെ എക്സ്പാൻഡ് ചെയ്യാണ്. പ്ലസ് 1/5 സ്ക്വയർ വരും, അത് മൈനസ് 1/5 സ്ക്വയറുമായിട്ട് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ ഇത്രയും ടേംസ് എഴുതിയാലും മതി. പ്ലസ് c. ദിസ് ഇസ് ദ ഫൈനൽ ആൻസർ. ഓക്കെ, അടുത്തത് ഇന്റഗ്രൽ ഓഫ് dx by root of x minus 1 into x minus 2. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? നേരത്തെ ചോദ്യത്തിൽ നിന്ന് ഇതിനുള്ള വ്യത്യാസം എന്താ? ഇതിന്റെ ഉള്ളിൽ 2 ഫാക്ടേഴ്സ് ആയിട്ട് തന്നു, അതിനെ ഒന്ന് ചേർത്താൽ മതി. അപ്പൊ മുന്നേ ചെയ്ത അതേപോലെയാവും. സോ ആദ്യത്തെ സ്റ്റെപ്പ് ഇന്റഗ്രൽ dx by root of ഇത് ഇൻഡു ചെയ്യാം. ഇൻഡു ചെയ്യുമ്പോൾ എന്താ കിട്ടുക? x സ്ക്വയർ മൈനസ് 2x മൈനസ് എക്സും ചേർന്നാൽ മൈനസ് 3x. പിന്നെ മൈനസ് 1 ഇൻറ്റു മൈനസ് 2 ഇറ്റ് ഈസ് പ്ലസ് 2. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ എക്സ് വരുന്ന ഭാഗം ഒന്നിച്ചാക്കാം. അപ്പൊ എന്ത് ചെയ്യാം? ഇന്റഗ്രൽ ഓഫ് dx by root of x സ്ക്വയർ മൈനസ് 3x എഴുതി. ഇതിന്റെ കൂടെ ഏത് ചേർത്താലാണ് ഹോൾ സ്ക്വയർ ആവുക? ഏത് ചേർക്കണം? 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ വി വിൽ ഗെറ്റ് 3/2. 3/2 സ്ക്വയർ ആണ് ആഡ് ചെയ്യേണ്ടത്. പ്ലസ് 3/2 സ്ക്വയർ കൊടുത്തു, മൈനസ് 3/2 സ്ക്വയറും അവിടെ തന്നെ കൊടുത്തു. ഇനി ഇവിടെ ഉള്ള കോൺസ്റ്റന്റ് ഏതാത്? പ്ലസ് 2. അതിനെ ഇങ്ങോട്ട് ഇറക്കി എഴുതാം. ഇത് രണ്ടുമാണ് നമ്മൾ എക്സ്ട്രാ റൂട്ടിന്റെ ഉള്ളിൽ ചേർത്തത്. ഇനി ഇത് 3ഉം കൂടെ ചേർത്ത് ഹോൾ സ്ക്വയർ ആക്കണം. അപ്പൊ എന്താ കിട്ടുക? ഇന്റഗ്രൽ ഓഫ് dx by റൂട്ട് ഓഫ് ഇത് 3ഉം കൂടെ ചേർന്നാൽ x മൈനസ് 3/2 ഹോൾ സ്ക്വയർ. ഇനി നമുക്ക് ഈ 2 ടേമും ചേർക്കണം. അതെന്താ ചേർക്കാൻ കിട്ടുക എന്നുള്ളത് സൈഡിൽ എഴുതി നോക്കിയാൽ മതി. 3/2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9/4. അതിന്റെ ചിഹ്നം മൈനസ് ആണ്. മൈനസ് 9/4ഉം പ്ലസ് 2ഉം ചേർക്കണം. എത്ര കിട്ടുക? മൈനസ് 9 പ്ലസ് 8 ദ ഹോൾ ഡിവൈഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ മൈനസ് 1/4 കിട്ടും. മൈനസ് 1/4. അപ്പൊ ഇങ്ങനെ വരുന്നതെല്ലാം ഇതേപോലെ സൈഡിൽ എഴുതിയിട്ട് ആൻസർ ഇങ്ങോട്ട് എടുത്തെഴുതാം. ഇനി നമുക്ക് ഏത് ഫോർമുല ആയിട്ടാണ് അതിന് സാമ്യം നോക്കാം. 1/2 സ്ക്വയർ ആണ് ഇത് അല്ലെ? വേണമെങ്കിൽ അതും കൂടെ ഒരു സ്റ്റെപ്പ് എഴുതാം. ഇന്റഗ്രൽ ഓഫ് dx by റൂട്ട് ഓഫ് x minus 3/2 ഹോൾ സ്ക്വയർ മൈനസ് 1/4 can be written as 1/2 സ്ക്വയർ. ഇപ്പൊ എന്തായി? x സ്ക്വയർ മൈനസ് a സ്ക്വയർ. x സ്ക്വയർ മൈനസ് a സ്ക്വയറിന്റെ റിസൾട്ട് വന്നു. എക്സിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആൻസർ എഴുതാം. എക്സിന്റെ സ്ഥാനത്ത് x minus 3/2 കൊടുത്താൽ മതി. സോ ദ ആൻസർ ഈസ് ലോഗ് മോഡുലസ് ഓഫ് എക്സിന് പകരം x minus 3/2 പ്ലസ് റൂട്ട് ഓഫ്
എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, എക്സ് മൈനസ് 3/2 ഹോൾ സ്ക്വയർ മൈനസ് 1/2 സ്ക്വയർ പ്ലസ് സി. ഞാൻ നോക്കുക, ക്യാൻ വി സിംപ്ലിഫൈ ദിസ്? ഇതിനെയാണ് നമ്മൾ ഇങ്ങനെയാക്കി മാറ്റിയത്. ഈ 3/2 ഹോൾ സ്ക്വയർ എക്സ്ട്രാ ചേർത്തിട്ട് ഇതിനെയാണ് നമ്മൾ ഇങ്ങനെയാക്കിയത്. അപ്പൊ ഇത് എക്സ്പാൻഡ് ചെയ്താൽ എന്താ കിട്ടുക? വി വിൽ ഗെറ്റ് ദിസ് എക്സ്പ്രഷൻ അല്ലെ? അപ്പൊ ഈ എക്സ്പ്രഷന് പകരം നമുക്ക് ഇത് എഴുതാം. ഇനി അഥവാ സംശയം വരികയാണെങ്കിൽ യു ക്യാൻ എക്സ്പാൻഡ് ദിസ്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇത് ഹോൾ സ്ക്വയർ എടുത്തിട്ട് ഇതെല്ലാം കൂടെ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് ഇതേ റിസൾട്ട് തന്നെയാണ് കിട്ടുക. അപ്പൊ അത് ചെക്ക് ചെയ്ത് നോക്കൊന്നും വേണ്ട, ഡയറക്റ്റ് നിങ്ങൾക്ക് എടുത്ത് എഴുതാം. സോ ദ ആൻസർ ഈസ് ലോഗ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 3/2 പ്ലസ് റൂട്ട് ഓഫ്, ഇതിന് പകരം എന്താണോ ക്വസ്റ്റ്യനിൽ ഏതിനെയാണോ നമ്മൾ ഇങ്ങനെയാക്കി അതിന്റെ ഒറിജിനൽ രൂപം കൊടുക്കുക. എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 പ്ലസ് സി. ദിസ് ഇസ് ദ ആൻസർ. ഓക്കെ, അപ്പൊ ഈ സെക്ഷനിൽ നമ്മൾ ഈ 3 ഫോർമുല ഉപയോഗിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് ചെയ്തത്. റൂട്ട് ഇല്ലാതെ നമ്മൾ എന്തൊക്കെ ചെയ്യോ അതന്നെയാണ് ഇവിടെ റൂട്ടിന്റെ ഉള്ളിൽ ചെയ്യുന്നത്. വ്യത്യാസം എന്താണ്? മൈനസ് ആണ് റൂട്ടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് റൂട്ടിന്റെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? റൂട്ടിന്റെ ഉള്ളിലേക്ക് തന്നെ ആ മൈനസിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഫോർമുല അപ്ലൈ ചെയ്യേണ്ടത്.